Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BCom BBA ബിസിനസ് റെഗുലേഷൻസിൻ്റെ 18th ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 18th ചാപ്റ്ററിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാനിത് അതിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് ഒന്ന് സിമ്പിളാക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഷോർട്ട് എസ്സേ കേട്ടാൽ ചോദിക്കുക. അപ്പോൾ 3 tier കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് എന്ന് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 3 tier കൺസ്യൂമർ റിഡ്രസൽ എന്നുള്ള രീതിക്ക്, റിഡ്രസൽ സിസ്റ്റം എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരാതികൾ കൊടുക്കുമ്പം എങ്ങനെയാണ് കൊടുക്കുക, 3 ലെവൽസ് ആയിട്ടാണ് ആ പരാതികളൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, അതേപോലെ സ്റ്റേറ്റ് വരുന്നുണ്ട്, പിന്നെ ഡിസ്ട്രിക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലാണ് നമ്മൾ പരാതി കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പരാതികൾ പരിഹരിച്ച് തരും. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ആ പരാതി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതോ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിലേക്ക് ആയിരിക്കും. അവിടെ നിന്നും നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ അത് പോകുന്നത് സെൻട്രൽ ഓർ നാഷണൽ ലെവലിലേക്കായിരിക്കും. അപ്പോൾ ഇത് മൂന്നും നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. 1 by 1 ആയിട്ട് മേ ബി വാട്ട് ഈസ് മീൻ ബൈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ആൻഡ് വാട്ട് ദ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിക്ക് 1 by 1 ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതൊന്ന് നിങ്ങൾ എഴുതി വെക്കുക. കൺസ്യൂമർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, കൺസ്യൂമറിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ഒക്കെ വരുന്ന ഒരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ കൺസ്യൂമേഴ്സിനെ സെർവ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ അതിൽ വരുന്ന ഡിഫറെൻറ്റ് കൗൺസിൽസ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. സോ ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഒരു നാഷണൽ ലെവൽ കൗൺസിലാണ്, എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ കൺസ്യൂമർ റൈറ്റ്സ് ഇൻ ഇന്ത്യ. എല്ലാ കൗൺസിലിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്, നമ്മുടെ പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ കൺസ്യൂമർ റൈറ്റ്സ് എന്നുള്ളതാണ് വരുന്നത്. ഇനി അതിൻ്റെ ചാർജ് വരുന്നത് മിനിസ്റ്റർക്കായിരിക്കും അതിൻ്റെ ചാർജ് വരുന്നുണ്ടായിരിക്കുക. ബാക്കിയുള്ള മെമ്പേഴ്സ് നമ്മുടെ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും, പാർലമെൻറ്റിലെ മെമ്പേഴ്സ് ആയിരിക്കും. അതിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് 3 വർഷമാണ് അതിൻ്റെ ടേം വരുന്നത്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കുമ്പോൾ എല്ലാ കൗൺസിലുകളുടെയും ഒബ്ജക്റ്റീവ്സ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതിലും എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് എഗൈൻസ്റ്റ് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ കൺസ്യൂമേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി, എല്ലാത്തിനെയും കുറിച്ച്, സ്റ്റാൻഡേർഡ് പ്രൈസ്, എല്ലാത്തിനെയും കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ കൺസ്യൂമേഴ്സിനെ പാസ് ചെയ്യണം. ദെൻ റൈറ്റ് ടു ബി assured access to a variety of goods and services at competitive prices. കോമ്പറ്റേറ്റീവ് പ്രൈസിലുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിനും ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യണം. കൺസ്യൂമറിൻ്റെ എഡ്യൂക്കേഷനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ റൈറ്റ് ടു ബി ഹേർഡ്, എല്ലാ കാര്യങ്ങളും കേൾക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പ്രൊമോട്ട് കൺസ്യൂമർ അവെയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ, മൊത്തത്തിൽ കൺസ്യൂമറിൻ്റെ അവെയർനെസ്, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ കൺസ്യൂമേഴ്സ് ടു വോയിസ് ദെയർ ഗ്രീവൻസ് ആൻഡ് സീക്ക് റിഡ്രസൽ. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു വേദി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക, അവരെ കേൾക്കുക, അവർക്ക് അവെയർനെസ് കൊടുക്കുക, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സ്റ്റേറ്റിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയും ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് കുറച്ചൊരു 8-10 ഒബ്ജക്റ്റീവ്സ് പഠിച്ച് വെച്ചിട്ട് സ്റ്റേറ്റ് ചോദിച്ചാലും സെൻട്രൽ ചോദിച്ചാലും ഡിസ്ട്രിക്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സെൻട്രൽ ഓർ നാഷണലിൻ്റെ ആണ്. ഇനി നമ്മൾ സ്റ്റേറ്റിൻ്റെ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ ഇത് സ്റ്റേറ്റ്, മറ്റേത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ലെവലിൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതാണ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർക്കായിരിക്കും ചാർജ് ഉണ്ടാവുക. ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ട്. ദെൻ 3 വർഷം തന്നെയാണ് വരുന്നത്. സെയിം മറ്റേതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് നേരത്തെ പറഞ്ഞ അതേ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ഇവിടെയും അപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്തത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ വരുമ്പം ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും ഇതിൻ്റെ ചെയർമാൻ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഇതിൽ
സെയിം 3 വർഷം ബാക്കിയുള്ള മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഒബ്ജക്റ്റീവ്സ് പറയാൻ വെച്ചാൽ നേരത്തെ പറഞ്ഞ സെയിം ഒബ്ജക്റ്റീവ്സ്. അത് ഓരോന്നിലും നിങ്ങൾ വ്യത്യാസം വരുത്തേണ്ടത് ഒബ്ജക്റ്റീവ്സ് എഴുതുമ്പോൾ സെൻട്രൽ ലെവലിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് സെൻട്രൽ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ദെൻ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഒബ്ജക്റ്റീവ്സും സെയിം തന്നെ. കൺസ്യൂമേഴ്സിനെ കേൾക്കുക, അവരുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുക, അവർക്ക് വോയിസ് റേസ് ചെയ്യാനുള്ളൊരു വേദി, അവരുടെ പ്രശ്നങ്ങൾക്ക് റിഡ്രസൽ പരിഹരിച്ചു കൊടുക്കുക, ദെൻ അവർക്കൊരു എന്താ പറയുക പ്രൊട്ടക്ഷനുള്ള റൈറ്റ്സ് കൊടുക്കുക, പ്രൈസ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി എല്ലാത്തിനെയും കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് കുറേ കുട്ടികൾ വളരെ ടഫാന്ന് പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് ഇതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടത് 6 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. കൃത്യമായിട്ട് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബിസിനസ് റെഗുലേഷൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലാസ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് എല്ലാം ഒന്ന് കണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.